യേശുനാഥനെ നിൻ സവിധേ നിറയുന്നെന്നിൽ സന്തോഷം. ഹൃദയം തളരും വേളകളിൽ നീ സാന്ത്വനമരുളും സങ്കേതം. യേശുനാഥനെ നിൻ സവിധേ നിറയുന്നെന്നിൽ സന്തോഷം. ഹൃദയം തളരും വേളകളിൽ നീ സാന്ത്വനമരുളും സങ്കേതം. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മാർച്ച് 29 ഞായറാഴ്ച. ഇന്നത്തെ വായനകൾ: ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. വചനാഭിഷേകം ഈശോയേ ഞങ്ങൾക്ക് നൽകണമേ. കൃപാഭിഷേകം വചനാഭിഷേകം
വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 26 14 മുതലുള്ള വാക്യങ്ങൾ. 12 പേരിൽ ഒരുവനായ യൂദാസ്കറിയോത്ത പ്രധാന പുരോഹിതന്മാരടുത്ത് എന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിന് ഒറ്റുകൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന് 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് എന്ന് പറയുക, ഗുരു പറയുന്നു, എൻ്റെ സമയം സമാഗതമായി, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിൻ്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായി. കർത്താവേ, അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതിവചിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു, അത് ഞാനോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. വചനം കേൾക്കുമ്പോൾ അഭിഷേകം, വചനം പാലിക്കാൻ അഭിഷേകം. വചനം കേൾക്കുമ്പോൾ അഭിഷേകം, വചനം പാലിക്കാൻ അഭിഷേകം. പകരണമേ യേശു നിന്ദാസരിൽ സുവിശേഷ സാക്ഷികളായിടുവാൻ. പകരണമേ യേശു നിന്ദാസരിൽ സുവിശേഷ സാക്ഷികളായിടുവാൻ. കൃപാഭിഷേകം, വചനാഭിഷേകം, ഈശോയെ ഞങ്ങൾക്ക് കേൾക്കണമേ. കൃപാഭിഷേകം, വചനാഭിഷേകം, ഈശോയെ ഞങ്ങൾക്ക് കേൾക്കണമേ. ക്രൂശിതന്റെ ഹൃദയവിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനെൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനെൻ വേദനയിൽ. ക്രൂശിതനെ കണ്ടു ഞാനെൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനെൻ വേദനയിൽ. ഏതൊരു സന്തോഷത്തിനു മുൻപിലും പിൻപിലും ഒരു കാൽവരിയുണ്ടെന്നും സന്തോഷ നിമിഷങ്ങളിൽ കൂടെ നിന്നവരാരും എൻ്റെ കാൽവരി യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടാകാനിടയില്ലെന്നും ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ഓശാന ഓർമ്മകളുടെ ഉത്സവമാണ്. എന്നെ ഉയർത്താൻ ശ്രമിച്ചവർ തന്നെ എന്നെ താഴെ ഇറക്കാൻ തക്കം പാർത്തിരിക്കുന്നുണ്ടെന്ന സത്യം തിരിച്ചറിയാനുള്ള ഓർമ്മപ്പെടുത്തലാണിത്. ദൈവം അതൊക്കെ അനുവദിക്കുന്നത് എന്നെ നശിപ്പിക്കാനല്ല, മറിച്ച് ആത്മീയ പക്വത നേടി നിത്യജീവിതം സ്വന്തമാക്കാനാണ്. ഓശാന എന്ന വാക്കിനർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. എൻ്റെ സന്തോഷത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്നവരെ, അവരുടെ ദുഃഖത്തിൽ ഞാനും അവരുടെ കൂടെ നിൽക്കണമെന്ന് സത്യം തിരിച്ചറിയാൻ ഈ സുവിശേഷം എനിക്ക് പ്രചോദനമാകണം. ഓരോ കാൽവരി അനുഭവങ്ങളും തുടങ്ങുന്നത് ഓശാനയിൽ നിന്നാണ്. ഓശാനയിൽ നിന്നാകണം. കാരണം എൻ്റെ പീഠാസഹനങ്ങളിലേക്കുള്ള ഒരുക്കമാണത്. മനുഷ്യൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും മതിമറന്ന് ആനന്ദിച്ചാൽ സ്തുതി പാടിയവരും വഴിയൊരുക്കിയവരുമൊക്കെ എൻ്റെ വഴികളിൽ ചിലപ്പോൾ ചതിക്കുഴികൾ ഒരുക്കാം എന്ന് തിരിച്ചറിഞ്ഞ് മനുഷ്യരെക്കാൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ ഓശാന എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നല്ല തമ്പുരാനെ, ജീവിതത്തിലെ ഓശാന അനുഭവങ്ങളിൽ മതിമറന്ന് ആനന്ദിക്കാതെ കടന്നു വരുന്ന കുരിശിൻ്റെ വഴിയിൽ തകർന്നു പോകാതിരിക്കാനുള്ള ആത്മീയോർജ്ജം സ്വന്തമാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവേ, നിൻ സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. യേശുവേ, നിൻ ത്യാഗത്തിൻ ആഴം കണ്ടു ഞാൻ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം
ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമാം പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. അലയും നേരം പ്രഭ തൂകുന്നൊരു നിറദീപം, ഊരിരുളിൽ ഞാൻ അലയും നേരം പ്രഭ തൂകുന്നൊരു നിറദീപം, ലോകസുഖങ്ങളിലുലയും കാലം നൽവഴിയരുളും സാന്നിധ്യം, ലോകസുഖങ്ങളിലുലയും കാലം നൽവഴിയരുളും സാന്നിധ്യം, നൽവഴിയരുളും സാന്നിധ്യം. അദൃശ്യമാം നിൻ കരവേലകളിൻ ഉൾക്കണ്ണുകളാൽ കാണട്ടെ, അദൃശ്യമാം നിൻ കരവേലകളിൻ ഉൾക്കണ്ണുകളാൽ കാണട്ടെ, മാറല്ലേ നീ മറയല്ലേ നിൻ
പാദങ്ങൾ ഞാൻ പുണരട്ടെ. മാറല്ലേ നീ മറയല്ലേ, നിൻ പാദങ്ങൾ ഞാൻ പുണരട്ടെ, നിൻ പാദങ്ങൾ ഞാൻ പുണരട്ടെ. യേശുനാഥനെ നിൻ സവിധേ നിറയുന്നെന്നിൽ സന്തോഷം. ഹൃദയം തളരും വേളകളിൽ നീ സാന്ത്വനമരുളും സംഗീതം. വന്നിരുന്നോട്ടെ ശാന്തമായി നിന്റെ മുൻപിൽ വന്നിരുന്നോട്ടെ. സകലതും മറന്നു ഞാൻ നിൻമുഖം മാത്രം എൻ്റെ ഉള്ളിൽ കണ്ടു ഞാൻ ഒന്നിരുന്നോട്ടെ. ഇവിടെ ഞാൻ എന്നേശുവേ വന്നിരുന്നോട്ടെ ശാന്തമായി നിന്റെ മുൻപിൽ വന്നിരുന്നോട്ടെ.
യേശുവേ വന്നിരുന്നോട്ടെ ശാന്തമായി നിന്റെ മുൻപിൽ ഒന്നിരുന്നോട്ടെ സകലതും മറന്നു ഞാൻ നിൻമുഖം മാത്രം എൻ്റെ ഉള്ളിൽ കണ്ടു ഞാൻ ഒന്നിരുന്നോട്ടെ ഇവിടെ ഞാൻ എന്നേശുവേ വന്നിരുന്നോട്ടെ ശാന്തമായി നിന്റെ മുൻപിൽ വന്നിരുന്നോട്ടെ. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക നിന്റെ സർവവും തൃപ്പാദത്തിൽ കാഴ്ചയേകുക നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക നിന്റെ സർവവും തൃപ്പാദത്തിൽ കാഴ്ചയേകുക നിന്റെ കണ്ണീരവൻ തുടയ്ക്കും നിന്റെ ഭാരങ്ങൾ അവനെടുക്കും നിന്റെ കണ്ണീരവൻ തുടയ്ക്കും നിന്റെ ഭാരങ്ങൾ അവനെടുക്കും നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. പുതുഹൃദയം നിന്നിലവൻ നിക്ഷേപിച്ചിടും മലമുകളിൽ മാളിക പോൽ നിന്നെ ഉയർത്തിയിടും പുതുഹൃദയം നിന്നിലവൻ നിക്ഷേപിച്ചിടും മലമുകളിൽ മാളിക പോൽ നിന്നെ ഉയർത്തിയിടും ആനന്ദത്തിൻ തൈലത്താൽ അഭിഷേകം ചെയ്യും ആത്മാവിൻ വരദാനങ്ങൾ നിറയെ തന്നിടും ആനന്ദത്തിൻ തൈലത്താൽ അഭിഷേകം ചെയ്യും ആത്മാവിൻ വരദാനങ്ങൾ നിറയെ തന്നിടും നിന്റെ കണ്ണീരവൻ തുടയ്ക്കും നിന്റെ ഭാരങ്ങൾ അവനെടുക്കും നിന്റെ കണ്ണീരവൻ തുടയ്ക്കും നിന്റെ ഭാരങ്ങൾ അവനെടുക്കും നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. പാപത്തിൻ കറകളവൻ തുടച്ചു നീക്കിയിടും കണ്ണീരിൻ തുള്ളികളെ മധുവിൻ കണമാക്കും പാപത്തിൻ കറകളവൻ തുടച്ചു നീക്കിയിടും
മധുവിൻ കണമാക്കും. ഐശ്വര്യവും ഉന്നതിയും നിനക്കായി അവനൊരുക്കും. സ്തുതിപ്പുകളാൽ നിന്നധരം പൂരിതമാക്കിയിടും. ഐശ്വര്യവും ഉന്നതിയും നിനക്കായി അവനൊരുക്കും. സ്തുതിപ്പുകളാൽ നിന്നധരം പൂരിതമാക്കിയിടും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങൾ അവനെടുക്കും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങൾ അവനെടുക്കും. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. നിന്റെ സർവവും തൃപ്പാദത്തിൽ കാഴ്ചയേകുക. നിന്റെ ജീവിതം കർത്താവിനായി സ്വയമർപ്പിക്കുക. നിന്റെ സർവവും തൃപ്പാദത്തിൽ കാഴ്ചയേകുക. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങൾ അവനെടുക്കും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങൾ അവനെടുക്കും. നിന്റെ കണ്ണീരവൻ തുടയ്ക്കും, നിന്റെ ഭാരങ്ങൾ അവനെടുക്കും.